ഒരു അടിപൊളി ഫൗണ്ടൻ കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ. നമസ്കാരം, ഞാൻ അനീസ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തെ ലെമൺ ട്രീ ഹോട്ടലാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ പ്രൊജക്റ്റ് ആണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫൗണ്ടൈൻ ഉണ്ട്. ഇതൊരു കാസ്കേഡിംഗ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ നമുക്കിവിടെ ഫോം നോസിൽസ് കാണാം. അതുപോലെ ഒരു ഓവർഫ്ലോ ഒരു യൂണിറ്റും കാണാം. അപ്പൊ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഇതിന്റെ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻസിന്റെ കംപ്ലീറ്റ് യൂണിറ്റും ചെയ്തത് M&S എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. നമുക്ക് ഇതിന്റെ വീഡിയോസ് എല്ലാം കാണാം. ഈ ഒരു സൈറ്റില് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ആ ഒരു ഡിസ്കഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ വാട്ടർ ബ്ലേഡ് സിസ്റ്റം ആണ് വെക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഈ ടൈലിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന രീതിക്കുള്ള ഒരു കാസ്കേഡിംഗ് സിസ്റ്റമാണ് നമ്മൾ ടോപ്പിൽ ഇത് പ്ലാൻ ചെയ്തത്. അതിനായിട്ട് നമ്മൾ 8 അടിയുടെ 2 ബ്ലേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, വാട്ടർ ബ്ലേഡ്. അതായത് ടോട്ടൽ 16 അടി നീളമുള്ള വാട്ടർ ബ്ലേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ പോർഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഒരു 3 നാച്ചുറൽ സ്റ്റോൺ ആണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കസ്റ്റമറിന്റെ ഡിസൈൻ പ്രകാരം നമ്മൾ ഈ ഒരു നാച്ചുറൽ സ്റ്റോൺ കർവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മളിവിടെ കാണുന്ന പോലെ ഈ ഒരു സ്റ്റോൺ ബോൾ വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഒഴുകുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഇവിടെ 3 എണ്ണം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴത്തെ പോർഷനിലായിട്ട് നമ്മൾ 3 ഫോം നോസിൽ വെച്ചിട്ടുണ്ട്. അതായത് പതഞ്ഞു വരുന്ന, നമ്മൾ കാണുന്ന പോലെ വെള്ളം 4 ഗണ്ണിങ്ങനെ പതഞ്ഞ് വെള്ളം പൊങ്ങി വരുന്ന രീതിക്കുള്ള ഫോം നോസിലാണ് നമ്മൾ 4 എണ്ണം താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ആവശ്യമായിട്ടുള്ള എല്ലാ സിവിൽ വർക്കുകളെല്ലാം ചെയ്തു, കോൺക്രീറ്റ് എല്ലാം ചെയ്തു, വാട്ടർ പ്രൂഫിംഗ് എല്ലാം ചെയ്തു, ടൈലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫൗണ്ടൈന്റെ കംപ്ലീറ്റ് യൂണിറ്റ്സും കൺട്രോൾസ് എല്ലാം കാണുന്നത് ഈ നമ്മുടെ ഈ ഫൗണ്ടൈനെ കുറച്ച് ബാക്കിലോട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ ഇതിന്റെ പ്ലംബിംഗ് ലൈൻസും കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ അടിയിലൂടെ കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഹെവി ഡ്യൂട്ടി സുപ്രീം ബ്രാൻഡിന്റെ ഹെവി ഡ്യൂട്ടി ASTM റേഞ്ചിലുള്ള പൈപ്സും ഫിറ്റിംഗ്സ് ആണ് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ പമ്പിന്റെ ഇൻസ്റ്റാളേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കാണുന്ന പോലെ ക്രോംപ്ടൺ ബ്രാൻഡിന്റെ 3 HP മോണോബ്ലോക്ക് പമ്പാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പമ്പ്. ഇത് നമ്മൾ 2 പമ്പ് ഓൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു വർക്കിംഗ്, ഒരു സ്റ്റാൻഡ് ബൈ. അല്ലെങ്കിൽ നമ്മളിത് കാസ്കേഡ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇത് മാറിയിട്ട് ഈ 2 പമ്പ് വർക്ക് ചെയ്യും. ഇതാണ് മെയിൻ പമ്പ്. ഈ മെയിൻ പമ്പിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന കംപ്ലീറ്റ് സിസ്റ്റംസ്, ഈ 3 സിസ്റ്റവും വർക്ക് ചെയ്യുന്ന ഈ ഒരൊറ്റ പമ്പിൽ നിന്നാണ് ഇതിന്റെ സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പൊ ഇവിടെ വെള്ളം ഇത് കണ്ടിന്യൂസ് യൂസേജ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നമുക്കിത് വെള്ളം മാറ്റി വെക്കാൻ പറ്റില്ല, മാറ്റി വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഉള്ള വെള്ളം തന്നെ എപ്പോഴും നമുക്കത് പ്യൂരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു സ്വിമ്മിംഗ് പൂൾ ഫിൽട്ടർ പമ്പ് ഉണ്ട്, പ്രീ ഫിൽട്ടർ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് വേസ്റ്റോ പൊടിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രീ ഫിൽട്ടറിൽ അറസ്റ്റ് ആവും. അതിനുശേഷം വെള്ളം ഫുള്ളായിട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി ഈ കാണുന്ന സാൻഡ് ഫിൽട്ടറിലോട്ട് നമ്മൾ പമ്പ് ചെയ്യും. ഈ വെള്ളത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ചെളിയും അതുപോലെ പൊടിയും ഒക്കെ അറസ്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ ഫിൽട്ടറിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഈ ഒരു UV ലൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ജേംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അതായത് പുറത്ത് കിടക്കുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ ഈ കൊതുക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു വെള്ളം ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചും കൂടെ അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കാണുന്ന UV ലൈറ്റിൽ കൂടെയാണ് ഈ വെള്ളം പാസ് ചെയ്ത് പോകുന്നത്. അതിനുശേഷം ഇത് വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ടാങ്കിലോട്ട് പോകും. അതുപോലെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് ഇന്റർചേഞ്ച് പാനലാണ്. നമ്മൾ പല സൈറ്റുകളിലും നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്കത് കാണാൻ പറ്റും. ഇതിനകത്ത് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ലോ വോൾട്ടേജ്, അതുപോലെ ഇന്റർചേഞ്ച്, ടൈമർ ഫെസിലിറ്റി, ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, എന്തെല്ലാം പ്രൊട്ടക്ഷൻസ് ഉള്ള കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻസ് കിട്ടുന്ന ഈ ഒരു ഡിജിറ്റൽ പാനലാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാണുന്ന ഒരു സിസ്റ്റം, ഒരു പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സിസ്റ്റംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇത് ഇങ്ങനെ മാറി ഇത് ഇന്റർചേഞ്ച് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ പമ്പ് ഫിൽട്രേഷൻ നടക്കും. അത് രാത്രിയാണ് നമ്മൾ ഫിൽട്രേഷൻ വെച്ചേക്കുന്നത്. രാത്രി ഒരു അരമണിക്കൂർ ഫിൽട്രേഷൻ ചെയ്യും. അതുപോലെ തന്നെ രാവിലെയും അരമണിക്കൂർ ഫിൽട്രേഷൻ ചെയ്യും. 2 ടൈമിലാണ് നമ്മൾ ഇതിന്റെ ഫിൽട്രേഷൻ വെച്ചേക്കുന്നത്. ഈ ഫിൽട്രേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിലെല്ലാം തന്നെ വാം വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഇതെല്ലാം തന്നെ IP68 വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലൈറ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോം നോസിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓവർഫ്ലോ ബൗളിൽ നമ്മൾ വാം വൈറ്റ് ലൈറ്റ് കൊടുക്കുന്നത്. അതെല്ലാം IP68 ആണ്. അതായത് വാട്ടർ പ്രൂഫ് ആണ്. ഇതിനകത്ത് വെള്ളം കയറത്തില്ല. 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലൈറ്റുകളാണ്. അതിന്റെ എല്ലാം കൺട്രോൾസും അതുപോലെ സ്വിച്ചസും ആണ് നമ്മൾ ഈ കാണുന്ന
ഈ ഡിവൈസുകളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിലെ കംപ്ലീറ്റ് ഇറിഗേഷൻ സിസ്റ്റംസും M&S എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നിറയെ ചെടികളെല്ലാം ഉണ്ട്. അപ്പൊ ഈ ചെടികളിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ, മിസ്റ്റ് ഇറിഗേഷൻ, അതുപോലെ ലോൺ ഏരിയയിലുള്ള പോപ്പപ്പ് ഗൺസ് എല്ലാം തന്നെ M&S എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റംസുമാണ്. രാവിലെ ഒരു 7 മണി മുതൽ 7:10 വരെയും, വൈകിട്ട് അതുപോലെ 6 മണി മുതൽ 6:10 വരെയും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് സിസ്റ്റംസും നമുക്ക് നനയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വാട്ടർ ഫൗണ്ടൈൻ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ഫൗണ്ടൈൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. വരിവരിയായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫൗണ്ടൈൻസോ അതുപോലെ കാസ്കേറ്റ്സോ വ്യത്യസ്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. കേരളത്തിൽ എവിടെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.